മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കരമന ജയന്റെ റോഡ് ഷോയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആവേശകരമായ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തത്സമയ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുന്നു. പ്രശാന്ത്, പറയൂ. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ കരമന ജയന്റെ റോഡ് ഷോയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രശാന്ത, കേൾക്കാമെങ്കിൽ. വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. NDA സ്ഥാനാർത്ഥി കരമന ജയൻ, UDFിൻ്റെ CP ജോൺ, LDFിൻ്റെ സുധീർ കരമന, ഇങ്ങനെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ NDA ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നതും. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തിരുവനന്തപുരം BJPക്ക് വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പ്രശാന്ത്, വളരെ ആവേശകരമായ റോഡ് ഷോയാണ് പുരോഗമിക്കുന്നത്. കരമന ജയന്റെ, പറയൂ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, വളരെ ആവേശകരമായിട്ടാണ് കരമന ജയന്റെ വാഹന പ്രചരണ ജാഥ പുരോഗമിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഈ മണ്ഡലത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്രയിലുടനീളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കരമന ജയൻ നമ്മളോടൊപ്പമാണ്. നമുക്ക് ചോദിക്കാം, വലിയ ആവേശമാണ് എല്ലായിടത്തും ലഭിക്കുന്നതല്ലേ? വലിയ ആവേശമാണ്. തിരുവനന്തപുരത്ത് വലിയ ആവേശമാണ്. കേരളം മുഴുവൻ വലിയ ആവേശമാണ്. BJPയുടെ വിജയത്തിലേക്കുള്ള ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകും. കേരളത്തിലെ രണ്ട് മുന്നണികളും പുറന്തള്ളിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള ശുഭപ്രതീക്ഷയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ സെൻട്രൽ മണ്ഡലത്തെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങേക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് അടുപ്പം കൂടിയുണ്ട്. ഈ സെൻട്രൽ മണ്ഡലത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അങ്ങ് ആ ഭരണസമിതിയിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ്. എൻ്റെ തട്ടകമാണ്. എന്നെ ജയ അണ്ണ എന്ന് വിളിക്കുന്ന സഹോദരങ്ങളുണ്ട്, ജയൻ ചേട്ട എന്ന് വിളിക്കുന്നവരുണ്ട്, എടാ ജയ എന്ന് വിളിക്കുന്നവരുണ്ട്. അത്രയും സ്വാതന്ത്ര്യവും സ്നേഹവും വാത്സല്യവുമുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ സ്വദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾ എന്നെ കൈവിടിയില്ല. ഇവിടുത്തെ ജനങ്ങൾ എന്നെ നെഞ്ചിലേറ്റി എന്നെ MLA ആക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. ഇടത് വലത് മുന്നണികൾ കുറെ കാലമായിട്ട് ഭരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ നമുക്ക് പ്രത്യേകിച്ച് സെൻട്രൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു ഹൃദയഭാഗം കൂടിയാണ്. ആ ഹൃദയഭാഗത്തിന് വേണ്ടത്ര വികസനങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് ശ്രീപത്മനാഭസ്വാമിയുടെ മണ്ണാണ്. ഇത് ശ്രീപത്മനാഭസ്വാമിയുടെ ഈ മണ്ണിൽ വെട്ടുകാട് പള്ളി, ഭീമാപ്പള്ളി തുടങ്ങിയ മതസ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ണാണ്. കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ ബസ് സ്റ്റേഷൻ അടക്കം, പാർവതി പുത്തനാറടക്കമുള്ള വലിയ നദി, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വികസനം ആഗ്രഹിക്കുന്ന തലത്തിലേക്കുള്ള ഏറെ വികസന സാധ്യതയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരം, ഈ നിയോജക മണ്ഡലം. അതുകൊണ്ട് വികസന സാധ്യത വരണം, വികസനം നടക്കണം. ഈ മുരടിപ്പൊക്കെ മതിയാക്കി കേരളത്തെ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് BJP കുതിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്തിനെയും വികസനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് കുതിക്കാൻ നമുക്ക് കഴിയും. അത് 100% ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPക്ക് ജനങ്ങൾ തന്ന അംഗീകാരം. ജയൻ ചേട്ടന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കൂടി വന്നപ്പോൾ വലിയൊരു ആവേശം ജനങ്ങൾക്കുണ്ട്. എല്ലായിടത്തും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വ്യക്തിപരമായിട്ട് ചോദിക്കുമ്പോൾ അവർക്കെല്ലാം നേരത്തെ ചേട്ടൻ പറഞ്ഞ തന്നെയാണ്, അണ്ണൻ ജയൻ ചേട്ടൻ എന്നൊക്കെ തന്നെയാണ് അവരും സംബോധന ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് സഹോദര ബന്ധവും സ്നേഹബന്ധവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമാണ്. അത് വ്യക്തിപരമായിട്ട് എനിക്ക് അത്രയും ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി തന്നെ അത് വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിലും എനിക്ക് ഏറ്റവും ശക്തമായിട്ട് ഉറപ്പ്. എന്തൊക്കെയായിരിക്കും മനസ്സിലുള്ള പദ്ധതികൾ? ഈ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ്. ഈ തലസ്ഥാനം തീർച്ചയായിട്ടും പുരോഗമിക്കണം. തിരുവനന്തപുരത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റണം എന്നുള്ള BJPയുടെ അജണ്ടയാണ്. ആ അജണ്ടയാണ് കോർപ്പറേഷൻ ജനങ്ങൾ അംഗീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് MLA എന്ന നിലയിൽ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിനെ വലിയ വികസന സാധ്യതയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. ഏറ്റവും ജനങ്ങൾ ആഗ്രഹിക്കുന്ന പല വികസന പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹം. നിരവധി പദ്ധതികളുണ്ട്, നിരവധി സ്വപ്നങ്ങളുണ്ട്. ജനങ്ങൾക്കുണ്ട്, BJPക്കുണ്ട്, എനിക്കുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ജനങ്ങൾ അംഗീകാരം തരും. അത് അടുത്ത 5 വർഷത്തിനകത്ത്
വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ കഴിയും. ആ നിയോജക മണ്ഡലത്തെ ഞാൻ നെഞ്ചോട് ചേർത്തുകൊണ്ട് 5 വർഷം അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. 10 വർഷത്തെ പിണറായി ഭരണത്തിലെ അഴിമതി എല്ലാം ചർച്ചയാകില്ലേ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും 10 വർഷക്കാലത്തെ അഴിമതികൾ ചർച്ചയാക്കും. അതിനു മുമ്പ് ഭരിച്ചിട്ടുള്ള UDF-ന്റെ അഴിമതികൾ ചർച്ചയാവും. ഇത് UDF-ഉം LDF-ഉം കേരളത്തിൽ BJP വരാതിരിക്കാനുള്ള അവിശ്വസ്ത കൂട്ടുകെട്ടുകളുമായി മുന്നോട്ട് പോയാലും അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് BJP-യെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അതിനേക്ക് അതിജീവിക്കുവാനുള്ള സംഘടനാ ശക്തിയുണ്ട്, അതിനെ അതിജീവിക്കുവാനുള്ള ജനപിന്തുണയുണ്ട്, അതിനെ അതിജീവിക്കുവാനുള്ള ജനസമൂഹം നമ്മളുണ്ട്. ഈ 10 വർഷം ഒരു പ്രതിപക്ഷം ഇവിടെ ഇല്ലായിരുന്നു. ഈ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധപരമായിട്ടുള്ള അല്ലെങ്കിൽ അഴിമതികളൊന്നും യാതൊരുവിധ സഭയ്ക്കകത്തോ പുറത്തും പ്രതിപക്ഷത്തിന് ആയിട്ടില്ല. എന്നാലും ഒരു ആ അഴിമതിയല്ലേ ഇവിടെ ചർച്ചയാക്കുകയും ചെയ്യും, ഒരു മാറ്റമുണ്ടാക്കുകയും ചെയ്യും. 10 വർഷം ഇവിടെ ഈ LDF-ന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കേരള നിയമസഭയിൽ 2016 മുതൽ 2021 വരെ ഞങ്ങളുടെ നേതാവ് രാജേട്ടൻ MLA ആയിരുന്ന സമയത്ത് നിയമസഭയ്ക്ക് അകത്ത് ഒറ്റയ്ക്ക് പോരാടി. അതിനുശേഷം നിയമസഭയിൽ അംഗമില്ലെങ്കിലും തെരുവോരങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ശക്തമായ സമരങ്ങൾ ചെയ്ത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. നരേന്ദ്രമോദിയുടെ വികസനങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രി അദ്ദേഹം കഴിഞ്ഞ 12 വർഷക്കാലമായി ചെയ്തിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ഇവിടെ ചർച്ചയാവും. ജനോപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കി അത് ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. അത് ചർച്ച ചെയ്യപ്പെടും. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലുടനീളം ചർച്ചയാകും, കേരളത്തിലുടനീളം ചർച്ചയാകും എന്നാണ് കരമന ജയൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പിണറായി സർക്കാരിന്റെ 10 വർഷ ഭരണകാലത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വന്തപക്ഷപാതവും എല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. അതിന് പ്രതികൂലമായിട്ടുള്ള BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെടുത്ത് തന്നെയാകും ഈ മണ്ഡലത്തിൽ ഉണ്ടാകുക, തിരുവനന്തപുരം സെൻട്രലിൽ ഉണ്ടാകുക എന്നാണ് കരമന ജയൻ പറയുന്നത്. അതായത് തിരുവനന്തപുരത്തിന്റെ സെൻട്രൽ ഹൃദയഭാഗത്തുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഈ കണ്ട കാലം അത്രയും ഉണ്ടായിട്ടും നടത്തിയിട്ടില്ല. നടത്തുവാൻ ഇടത് വലത് ഭരണത്തിലേറിയവർക്ക് സാധിച്ചിട്ടില്ല. എന്നാലും അതിലൊക്കെ ഒരു മാറ്റം വരും. BJP-ക്ക് അനുകൂലമായ ഒരു വിധിയെടുത്തുണ്ടാകുമെന്ന് തന്നെയാണ് കരമന ജയൻ പറയുന്നത്. കരമന ജയന്റെ വാഹന പ്രചരണ ജാഥ വലിയ സ്വീകാര്യതയോടുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. രോഹിണി. ശരി പ്രശാന്ത്, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കരമന ജയന്റെ റോഡ് ഷോ ആവേശകരമായി തന്നെ പുരോഗമിക്കുന്ന കാഴ്ചകളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിയത്.